ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും ക്ലാസ് ഒന്നിച്ചാണ്. അപ്പം നമ്മൾക്ക് ആന്തര പരിസ്ഥിതി എന്താണെന്ന് മനസ്സിലായി. ഇനി ജന്തുക്കളിൽ എന്തൊക്കെയാണ് ആന്തര പരിസ്ഥിതിയായി വർത്തിക്കുന്നത്? ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്തു കാണപ്പെടുന്ന ദ്രവ്യം, അതിൻ്റെ പേരാണ് എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. സെല്ലുകൾക്കിടയിൽ, കോശങ്ങൾക്കിടയിലുള്ള ദ്രവ്യമാണ് എന്തായി വർത്തിക്കുന്നത്? ആന്തര പരിസ്ഥിതിയായി വർത്തിക്കുന്നത്. ഇൻ ആനിമൽസ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആക്ട് ആസ് ദ ഇന്റേണൽ എൻവിറോൺമെന്റ്. ആനിമൽസിൽ ഇന്റേണൽ എൻവിറോൺമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. അപ്പം പ്ലാന്റ്സിൽ ആന്തര പരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവ്യവും വായു അറകളും വർത്തിക്കുന്നു. എന്തൊക്കെയാണ്? കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവ്യവും വായു അറകളും ഉൾപ്പെടുന്നു. ഇൻ പ്ലാന്റ്സ്, extracellular fluid, the components of cell wall and air chambers serve as their internal environment. അത് ഇന്റേണൽ എൻവിറോൺമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ്, ദ കമ്പോണൻസ് ഓഫ് സെൽ വാൾസ് ആൻഡ് എയർ ചേംബർ. ഓക്കെ. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിന് സമസ്ഥിതി പാലനം എന്ന് പറയുന്നു. നമുക്ക് സമസ്ഥിതി പാലനം എന്താണ്? അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ജീവന് തന്നെ ഹാനിയായിരിക്കും. സമസ്ഥിതി പാലനം, ഹോമിയോസ്റ്റാസിസ്. എന്താണ് ഹോമിയോസ്റ്റാസിസ്? കീപ്പിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ദ എൻവിറോൺമെന്റ് കോൺസ്റ്റന്റ്. ആ ആന്തര പരിസ്ഥിതി എന്താണ്? നിലനിർത്തുക, അല്ലെ? അതിനെയാണ് ഹോമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? സെല്ലിന്റെ പുറത്ത് ആന്തര പരിസ്ഥിതിയിലുള്ള പല ഘടകങ്ങളും സെല്ലിനുള്ളിലേക്ക് കിടക്കുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കും, എത്രയൊക്കെ തരത്തിലുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെയാണ്. നമ്മളിപ്പോൾ നോക്കിയേ, ആനിമൽ സെല്ലാണ്, കണ്ടോ? ഒരു ദ്രാവകത്തിൻ്റെ ഉള്ളിൽ ഡിപ്പ് ചെയ്ത് കിടക്കുകയാണ്, അല്ലേ? അപ്പോൾ ഒരു ദ്രാവകങ്ങളെ, ഓരോ സെല്ലിൻ്റെ ഇടയിലുള്ള സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇന്റേണൽ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം സൈറ്റോപ്ലാസം എന്താണെന്ന് അറിയാം, സെൽ മെംബ്രെയിനും അറിയാം. ഈ ഓരോ സെല്ലുകൾക്കിടയിൽ കാണുന്ന ആ ഒരു ഫ്ലൂയിഡ്, ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇന്റേണൽ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. Only certain molecules can pass through the plasma membrane. Water, oxygen, carbon dioxide, etc. can easily pass through it. But certain substance and ions can only pass through special channels or pores present in the plasma membrane. ചില മോളിക്യൂൾസുകളെ മാത്രമേ ആര് കടത്തിവിടുള്ളൂ? പ്ലാസ്മ മെംബ്രെയിൻ കടത്തിവിടുള്ളൂ. അല്ലാതെ ഇന്റേണൽ എൻവിറോൺമെന്റിൽ വന്ന എല്ലാ ഘടകങ്ങളെയും, എല്ലാ തന്മാത്രകളെയും ആര് കടത്തിവിടില്ല? പ്ലാസ്മ മെംബ്രെയിൻ കടത്തിവിടില്ല. ഇതിൽ ജലം, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇവയ്ക്ക് എന്താണ്? എപ്പോൾ വേണമെങ്കിലും അനായാസം പ്ലാസ്മ മെംബ്രെയിനിലൂടെ കടന്നു പോകാൻ സാധിക്കും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കോ അങ്ങനെ കടന്നു പോകാൻ സാധിക്കില്ല. പ്ലാസ്മ മെംബ്രെയിനിലൂടെ എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കില്ല. അതിനുവേണ്ടി പ്രത്യേകം ചാനലുകളോ അല്ലെങ്കിൽ സുഷിരങ്ങളോ അതിലുണ്ടായിരിക്കും. മനസ്സിലായോ? പ്ലാസ്മ മെംബ്രെയിൻ ആണ് സെല്ലിനെ കവർ ചെയ്തിരിക്കുന്നത്. ഇന്റേണൽ എൻവിറോൺമെന്റിനെയും സൈറ്റോപ്ലാസത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് ആ ഒരു മെംബ്രെയിൻ ആണെന്ന് കരുതാം. അപ്പോൾ ഇന്റേണൽ എൻവിറോൺമെന്റിൽ വന്നിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസിനെയും ആര് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടില്ല? പ്ലാസ്മ മെംബ്രെയിൻ കടത്തിവിടില്ല. അത് ചില വസ്തുക്കളെ എങ്ങനെ വേണമെങ്കിലും, നമുക്കറിയാം ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഇവ മൂന്നെണ്ണത്തിനെയും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ അതിൽ പ്ലാസ്മ മെംബ്രെയിനിലൂടെ കടന്നു പോകാം. എന്നാൽ മറ്റു ചില സബ്സ്റ്റൻസുകൾക്ക് പ്ലാസ്മ മെംബ്രെയിനിലൂടെ എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കില്ല. ഇനി ചില വസ്തുക്കൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും? ചാനലുകളോ അല്ലെങ്കിൽ ചെറിയ സുഷിരങ്ങളോ ഉണ്ടായിരിക്കും. ആ മഞ്ഞ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ? എന്തുകൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിനെ സെമി പെർമെബിൾ മെംബ്രെയിൻ എന്ന് പറയാൻ കാരണം? ഇതുകൊണ്ടാണ്. സെമി എന്ന് പറഞ്ഞാൽ എന്താണ്? അർദ്ധ സുതാര്യമായ, പകുതി മാത്രം, അല്ലെങ്കിൽ ചില വസ്തുക്കളെ മാത്രം കടത്തിവിടുന്ന, അല്ലെ? അതിനെയാണ് സെമി പെർമെബിൾ എന്ന് പറയുന്നത്. സെമി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഇപ്പം എന്താണെന്നുള്ളത്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്? സെമി പെർമിയബിൾ ആണ്. ചില വസ്തുക്കളെ മാത്രമേ കടത്തിവിടുള്ളൂ, അല്ലേ? ചില വസ്തുക്കളെ കടത്തിവിടില്ല. അപ്പം അതുകൊണ്ട് നമുക്കതിനെ എന്തെന്ന് പറയാം? സെമി പെർമിയബിൾ എന്ന് പറയാം. ഇനി ചീരത്തണ്ടിൻ്റെയോ
റിയോ ഇലയുടെയോ നേർത്ത പുറംപാളി എടുക്കുക. അതിനെന്ത് ചെയ്യുക, രണ്ടായി മുറിച്ച് അതിലൊന്ന് ശുദ്ധജലത്തിലും മറ്റൊന്ന് ഉപ്പ് ലായനിയിലും ഇട്ട് വെച്ചു എന്ന് കരുതുക. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അപ്പം നമ്മളിത് ഒരെണ്ണം ഉപ്പ് ലായനിയിലിട്ടതും ഒരെണ്ണം ശുദ്ധജലത്തിൽ ഇട്ടതാണ്. ഫസ്റ്റ് പിക്ചറിൽ കാണുന്നതാണ് എന്ത്, ശുദ്ധജലത്തിലിട്ടത്. സെക്കൻഡ് പിക്ചറിൽ കാണുന്നതാണ് ഉപ്പ് ലായനിയിലിട്ടത്. ശുദ്ധജലത്തിലിട്ടതിന് എന്താ സംഭവിച്ചേ, വീർത്തു അല്ലെ. അതിന്റെ വാക്യൂളാണ് ആ വലിയതായിരിക്കണത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം, പുറത്തെ വെള്ളം, അതായത് ചീരത്തണ്ടാണ് നമ്മ വെള്ളത്തിൽ ശുദ്ധവെള്ളത്തിൽ ഇട്ടേന്ന് വിചാരിക്കും. ആ ചീരത്തട്ടിന്റെ ഉള്ളിലേക്ക് ആര് കയറി, ആ പുറത്ത് നമ്മ ആ ബീക്കറിൽ വെച്ച വെള്ളം ചീരത്തട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വാക്യൂൾ എന്തായി, വലിയതായി. മനസ്സിലായോ? അതേ സ്ഥാനത്ത് രണ്ടാമത്തെ പിക്ചറിൽ എന്താ സംഭവിച്ചത്, ഉപ്പ് വെള്ളത്തിലാണ് നമ്മ ആ ചീരത്തണ്ട് ഇട്ടത് അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു, ആ ബീക്കറിലുള്ള ഉപ്പ് വെള്ളം അതിനെന്താണ്, ഗാഢത കൂടുതലാണ്. അപ്പൊ എന്താട്ടി, ചീരത്തണ്ടിന്റെ ഉള്ളിലുള്ള വെള്ളം കൂടി എന്തായി, ഈ ബീക്കറിനുള്ളിലേക്ക് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ചീരത്തണ്ടിന്റെ ഉള്ളിൽ നിന്ന് ബീക്കറിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ എന്തായി, വാക്യൂളൊക്കെ ചുരുങ്ങി അത് ചുക്കി ചുളിഞ്ഞ പോലെ. കാരണം അതിനുള്ളിലുള്ള വെള്ളം മുഴുവൻ എങ്ങോട്ട് പോയി, പുറത്തേക്ക് പോയി. ഉപ്പുവെള്ളത്തിലിട്ടപ്പോൾ അതിലെ ജലം മുഴുവൻ നഷ്ടപ്പെട്ടു. പക്ഷെ ശുദ്ധജലത്തിലിട്ടപ്പോഴോ വെള്ളം അതിനുള്ളിലേക്ക് കയറി. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഉപ്പ് ജലത്തിൽ ജലതന്മാത്രകളുടെ കോൺസെൻട്രേഷൻ, ഗാഢത എന്താണ്, കുറവാണ് അല്ലെ. ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് എന്തായത് ആ ജലതന്മാത്രകളെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതിലെന്താണ്, ജലതന്മാത്രകളുടെ സാന്ദ്രത ഉപ്പ് വെള്ളത്തിൽ കുറവാണ്. അപ്പോൾ ചീരത്തണ്ട് ഇടുമ്പോൾ എന്താ സംഭവിക്കണേ, ചീരത്തണ്ടിലുള്ള വെള്ളം ഉണ്ടല്ലേ, അതിൽ സാന്ദ്രത എന്തായിരിക്കും, കൂടുതലായിരിക്കും. പ്യുവറായ വെള്ളമല്ല ചീരത്തണ്ടിലുള്ളത്, ഉപ്പ് വെള്ളമല്ലല്ലോ. അപ്പം എന്ത് സംഭവിക്കും, ഈ ചീരത്തണ്ടിലുള്ള വെള്ളം സാന്ദ്രത കൂടുതലുള്ളിടത്ത് നിന്ന് എവിടേക്കാണ് പോകുന്നത്, ഉപ്പ് വെള്ളത്തിലേക്ക് പോകും. ഉപ്പ് വെള്ളത്തിൽ എന്താണ്, ജലത്തിന്റെ സാന്ദ്രത അവിടെ കുറവാണ് അല്ലേ. അപ്പോൾ ഈ ജലം എങ്ങോട്ട് പോകും, ഉപ്പ് വെള്ളത്തിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മുടെ ഉപ്പുമാങ്ങ, ഉണക്കമുന്തിരി ഇതിലെല്ലാം സംഭവിക്കുന്നത്. ഉപ്പുമാങ്ങയിലിടുമ്പോൾ, മാങ്ങ ഉപ്പിലിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മാങ്ങ ചുരുങ്ങുന്നത് എങ്ങനെയാണപ്പോൾ, നമ്മുടെ മാങ്ങയുടെ ഉള്ളിലുള്ള വെള്ളം എങ്ങോട്ട് പോവും, ഉപ്പ് വെള്ളത്തിലേക്ക് പോവും. അങ്ങനെ മാങ്ങയുടെ ഉള്ളിലെ വെള്ളം മുഴുവൻ തീരുമ്പോഴാണ് അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോകുന്നത്. ഇനി ഉണക്കമുന്തിരിയെ നമ്മൾ വെള്ളത്തിലിട്ടേക്കുമ്പോഴോ, ഉണക്കമുന്തിരി എന്താണ്, ചുരുങ്ങിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിനെ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഉണക്കമുന്തിരിയുടെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ സാന്ദ്രത എന്താണ്, കുറവാണ്. പക്ഷെ പുറത്തോ വെള്ളത്തിന്റെ സാന്ദ്രത കൂടുതലാണ്. അപ്പൊ സാന്ദ്രത കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ള ഉണക്കമുന്തിരിയുടെ ഉള്ളിലേക്ക് ജലം കയറും. അങ്ങനെയാണ് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പോൾ വീർത്ത് വരുന്നത്. അവിടെ മഞ്ഞ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഹാപ്പൻസ് ടു റൈസിൻസ് പ്ലേസ്ഡ് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് വൈ, ഫൈൻഡ് ഔട്ട്. എന്താണ് അവിടെ നടക്കുന്നത്, വൈ എന്തുകൊണ്ടാണ്, ഓസ്മോസിസ് എന്നാണ് ആ പ്രവർത്തനത്തെ പറയുന്നത്. എന്താണ് ഓസ്മോസിസ്, എന്താണ് അവിടെ നടക്കുന്നത്, സാന്ദ്രത കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് ജലം മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്, അതിലെന്താണ്, ഒരു സെമി പെർമിബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ വെച്ചിട്ടുണ്ട്. സെമി പെർമിബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചില വസ്തുക്കളെ മാത്രം കടത്തിവിടുന്നത് അല്ലെ. ഞാൻ സെമി പെർമിബിൾ ആയ മെംബ്രെയിൻ വെച്ചു. എന്നിട്ട് ആ ബീക്കറിന്റെ ഹാഫ് പോർഷനിലേക്ക് എന്തൊഴിച്ചു, ഉപ്പ് വെള്ളം ഒഴിച്ചു. മറ്റേ പോർഷനിൽ നമ്മുടെ ശുദ്ധജലം ഒഴിച്ചു. ശുദ്ധജലമുള്ളതാണ് ചുമന്ന അടയാളത്തിലുള്ളത്, ഉപ്പ് ജലമാണ് മഞ്ഞയും ചുമപ്പയും കലർന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, നമ്മളുടെ ശുദ്ധജലത്തിലുള്ള അത്രയ്ക്കും ജലതന്മാത്രകൾ എന്തിലില്ല, ഉപ്പ് ജലത്തിലില്ല അല്ലെ. അപ്പൊ കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെയാണ്, നമ്മുടെ ജലതന്മാത്രകളിലാണ്. കുറവ് എവിടെയാണ്, ഉപ്പ് ജലത്തിലേക്കാണ്. അപ്പൊ എന്താവാണ്, കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തുനിന്നും കുറവുള്ളിടത്തേക്ക് മൂവ് ചെയ്യാണ് ജലതന്മാത്രകൾ. അപ്പൊ എന്ത് ചെയ്യാണ്, കൂടുതലുള്ള ശുദ്ധജലത്തിലെ ജലതന്മാത്രകൾ കുറവുള്ള ഉപ്പ് ജലത്തിലേക്ക് മൂവ് ചെയ്തു. ഒരു സെമി പെർമിയബിൾ മെമ്പറിനിലൂടെ മൂവ് ചെയ്തു. മനസ്സിലായില്ലേ. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ എന്തായി, മറ്റേ സൈഡിൽ ഉപ്പ് തന്മാത്രകൾ ഉണ്ടായിരുന്നു. പിന്നെ ജലതന്മാത്രകൾ കുറെ അങ്ങോട്ട് മൂവ് ആയതും കാണാൻ പറ്റി. ഈ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ, osmosis is the movements of water molecules from a
region of its higher concentration to the region of its lower concentration. ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് ആര് മൂവ് ചെയ്യാണ്? വാട്ടർ മൂവ് ചെയ്യാണ്. ഏതിലൂടെ? ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഹയർ കോൺസെൻട്രേഷൻ ഉള്ള റീജിയനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷൻ ഉള്ള റീജിയനിലേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് വേണം? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വേണം. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ക്ലാസ്, ഒരു ബെഞ്ചിൽ 6-7 ആൾ തിങ്ങി കൂടിയിരിക്കുന്നത്. അപ്പം അപ്പുറത്തെ ഒരു ബെഞ്ചിൽ ഒരാളോ രണ്ടാളോ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഇത്രയും ഇടിയിട്ടിരിക്കേണ്ടെന്ന് ഓർത്തിട്ട് ഒരാളോ രണ്ടാളോ ഒക്കെ അങ്ങോട്ട് രണ്ടുപേര് ഇരിക്കുന്ന ബെഞ്ചിലേക്ക് മാറിയിരിക്കും അല്ലേ. അപ്പം എന്താണ്? ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലായിരുന്നു, കുറേ പേരിരുന്ന 6 പേരിരുന്ന ബെഞ്ചിൽ, മറ്റോടത്ത് ഒരാളോ രണ്ടാളോ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറിയിരുന്നു. അത് തന്നെയാണ് ഈ നടക്കുന്നത് കേട്ടോ. നമുക്കപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ഇന്റേണൽ എൻവിറോൺമെന്റിൽ നിന്നും ജലം എങ്ങനെയാണ് സെമി പെർമിയബിളായ പ്ലാസ്മ മെംബ്രെയിനിലൂടെ പ്ലാസ്മയിലേക്ക് സൈറ്റോപ്ലാസ്മത്തിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലേ. ഇനി ഈ ജലം മാത്രമാണോ നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിലേക്ക് എത്തേണ്ടത്, സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തേണ്ടത്? അല്ല, ഒരുപാട് വേറെ ഘടകങ്ങളും ഉണ്ട്. അവ എങ്ങനെയാണ് ശരീരത്തിന് സെല്ലിനുള്ളിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ജലം എത്തുന്നത് എങ്ങനെയാണ്? ഓസ്മോസിസ് ആണ്. ചോദിക്കൂട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഓസ്മോസിസ്. ഓക്സിജൻ മോളിക്യൂള് ഇതൊക്കെ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ, അതായത് സെൽ മെംബ്രെയിനിൽ കൂടെ സൈറ്റോപ്ലാസത്തിലേക്ക് കിടക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്സിജൻ ആവട്ടെ കാർബൺ ഡൈ ഓക്സൈഡ് ആവട്ടെ ഇതേപോലെ തന്നെയാണ്. ഓക്സിജൻ എന്താണ്? എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൽ ഓക്സിജന്റെ ഗാഢത എന്താണ്? കൂടുതലായി അല്ലെ. കുറേ ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഗാഢത കുറവ് എവിടേക്കാണ്? സൈറ്റോപ്ലാസത്തിലാണ്. അപ്പോൾ സൈറ്റോപ്ലാസത്തിലേക്ക് എന്താണ്? മൂവ് ചെയ്യാണ്. അപ്പോൾ അവിടെയും എന്താണ്? ഹയർ കോൺസെൻട്രേഷൻ ഉള്ളിടത്ത് നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യാണ്. ഏത്? സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ. ഓസ്മോസിസിനെ പോലെ തന്നെ. പക്ഷെ ഇവിടെ എന്താണ്? വാട്ടർ അല്ല, ജലമല്ല, പകരം ഓക്സിജനും മറ്റു ഘടകങ്ങളുമാണ് അല്ലേ. അപ്പം അങ്ങനെ പാസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഈ ഓസ്മോസിസിനും ഡിഫ്യൂഷനും എന്താവശ്യമില്ല? എനർജി ആവശ്യമില്ല. മനസ്സിലായോ? അപ്പം ആ ഒരു കാര്യത്തിൽ ഇവർ രണ്ടുപേരും സെയിം ആണ്. രണ്ടുപേർക്ക് എനർജി ആവശ്യമില്ല. പക്ഷെ ഓസ്മോസിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ നിർബന്ധമാണ്. സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇല്ലാതെ ഓസ്മോസിസ് പോസിബിൾ ആവില്ല. പക്ഷെ ഡിഫ്യൂഷനിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഓസ്മോസിസ് എന്താണ്? ദ്രാവക രൂപത്തിലുള്ളവയിലാണ് പോസിബിൾ ആവാം. പക്ഷേ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വാതകത്തിലും ദ്രാവകത്തിലും നടക്കും. ഡിഫ്യൂഷന് വേറെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ചന്ദനത്തിരി കത്തിക്കുകയാണെന്ന് വയ്ക്കുക. ആ മണം എന്ത് ചെയ്യും? ആ കത്തിയ ഭാഗത്ത് നിന്ന് നമ്മുടെ റൂമുകളിലേക്ക് മുഴുവൻ പരക്കും അല്ലേ. അതിപ്പോൾ എന്താണ്? ആ കത്തുന്ന ആ ഒരു ഭാഗത്തായിരുന്നു ആദ്യം ഈ ചന്ദനത്തിരിയുടെ മണം കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെയോ ഈ മണം പിന്നെ എന്ത് ചെയ്ത്? കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ടാണ് ആ റൂം മുഴുവൻ നിറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മ ഇരിക്കുന്നിടത്തേക്കും മറ്റു റൂമിലേക്കും മുഴുവൻ ആ പുക അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് നമുക്ക് എത്തുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ, നമ്മളുടെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ബീക്കറിൽ, എന്നിട്ട് ഒരു ഡ്രോപ്പ് മഷി ഒഴിക്കുക. ഈ മഷി എന്താണ്? ഈ വെള്ളത്തിൽ എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യില്ലേ. അതെന്താ? ഒഴിച്ച മഷിത്തുള്ളിയിൽ എന്താണ്? കോൺസെൻട്രേഷൻ കൂടുതലായിരുന്നു അല്ലേ. ബീക്കറിലെ വെള്ളത്തിലേക്ക് വീണപ്പോൾ അത് സ്പ്രെഡ് ചെയ്യണത് എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ കുറവുള്ളിടത്തേക്ക് ഈ മൂവ്മെൻറ്റ് ചെയ്താണ് ഇത് സ്പ്രെഡ് ആവുന്നത്. മനസ്സിലായോ? കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്ത് നിന്നും കുറവുള്ളിടത്തേക്ക്. ഇതിനെന്താവശ്യമില്ല? സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ആവശ്യമില്ല. രണ്ടിലും പിന്നെന്ത് വേണ്ട? ഊർജം ആവശ്യമില്ല. ഇപ്പോൾ ഓസ്മോസിസും ഡിഫ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? കൺഫ്യൂഷനിലല്ല, രണ്ടും ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ. ഇവിടെ എന്താണ്? ഡിഫ്യൂഷൻ പോലെ തന്നെയാണ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ആരുടെ സഹായം വേണം? പ്രോട്ടീൻ്റെ സഹായം വേണം. എന്തിൽ? പ്ലാസ്മ മെംബ്രെയിനിലുള്ള ആ പ്രോട്ടീൻ്റെ സഹായം കൊണ്ടാണ് അവിടുത്തെ മൂവ്മെൻറ്റ്സ് സാധ്യമാകുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്? ആ പ്രോട്ടീൻ വാഹക പ്രോട്ടീൻ എന്ത് ചെയ്തു? എടുത്തിട്ട് അതിലൂടെയാണ് നമ്മുടെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത്. അതുപോലെ അയൺ മോളിക്യൂൾസിനെയും അങ്ങനെയാണ്, ചാനൽ പ്രോട്ടീൻ അല്ലെ.
ഇവിടെ ഡിഫ്യൂഷൻ സാധ്യമാകണമെങ്കിൽ അപ്പം എന്ത് വേണം? ഒരു പ്രോട്ടീൻ്റെ സഹായം അവിടെ ആവശ്യമാണ്. ഓരോന്നിനും ഓരോ സെർട്ടൻ പ്രോട്ടീൻസ് ഉണ്ട്. അതിലൂടെ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഈ തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി and takes place with the help of certain proteins in the plasma membrane. പ്ലാസ്മ മെംബ്രെയിനിലുള്ള ചില പ്രോട്ടീനുകളുടെ സഹായത്തോടെ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഡിഫ്യൂഷൻ നടക്കുള്ളൂ. അതിനെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ മൂന്നും പഠിച്ചല്ലോ. അടുത്തതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്ലാസ്മ തരത്തിലുള്ള ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ് ഇത് നടക്കുന്നത്. പക്ഷെ അവയ്ക്ക് എന്ത് വേണം? എനർജി വേണം. മനസ്സിലായോ? അപ്പം നേരത്തെ പറഞ്ഞ മൂന്നാൾക്കും എന്ത് വേണ്ടിയിരുന്നില്ല? എനർജി ആവശ്യമായിരുന്നില്ല. പക്ഷെ ആക്റ്റീവ് ആയിരിക്കാൻ നമുക്ക് എനർജി വേണം അല്ലേ? അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? എനർജി വേണം. പിന്നെയോ ലവണങ്ങളുടെ സാന്ദ്രത കുറവുള്ളിടത്തു നിന്നാണ് കൂടുതലുള്ളിടത്തേക്ക് മൂവ് ചെയ്യുന്നത്. ഇത്രയും നേരം നേരെ തിരിച്ചായിരുന്നു അല്ലേ? കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തു നിന്നായിരുന്നു കുറവുള്ളിടത്തേക്ക് മൂവ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? കുറവുള്ളിടത്തു നിന്നാണ് കൂടുതലുള്ളിടത്തേക്ക് മൂവ് ചെയ്യുന്നത്. നേരെ തിരിച്ചാണ്. Transport of molecules with the help of certain carrying proteins using energy from ATP from their lower concentration to higher concentration. ഇവിടെ എന്താണ്? ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇതൊന്ന് ആൻസർ ചെയ്യാൻ നോക്കിയേ. ഒരു സൈഡിൽ തന്മാത്രകളുടെ ഒഴുക്കിന്റെ സ്വഭാവം, മറ്റേ സൈഡിൽ പ്രക്രിയയുടെ പേര്. ഏതൊക്കെയാ പ്രക്രിയകൾ? 4 പഠിച്ചില്ലേ നമ്മൾ? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റീവ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക്, കോൺസെൻട്രേഷൻ ഹൈ ആയോടത്ത് നിന്ന് കോൺസെൻട്രേഷൻ ലോ ആയ ഭാഗത്തേക്ക്. അപ്പൊ ഹൈ ആയോന്ന് ലോ പോകുന്നത് ഏതൊക്കെയാണ്? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, പിന്നെയോ ഫെസിലിറ്റേറ്റീവ് ഡിഫ്യൂഷനും അങ്ങനെ തന്നെയാണല്ലേ. ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക്, അതേതാ? കുറഞ്ഞോടത്തു നിന്ന് കൂടിയത് പോണത്, അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ജലത്തിന് മാത്രം ബാധകം, അതേതാ? ജലത്തിന് മാത്രം ഓസ്മോസിസ്. നമ്മ പറഞ്ഞു ജലത്തിന് മാത്രം ബാധകമാണെന്ത്? ഓസ്മോസിസ്. ഊർജം വേണ്ടത് അത് ഒരെണ്ണുള്ളൂ, ഏതാ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എനർജി യൂസ് ചെയ്യണത്, ATP മോളിക്യൂൾ യൂസ് ചെയ്യണത് ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഊർജം വേണ്ടാത്തത് ഏതൊക്കെയായിരുന്നു? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റീവ് ഡിഫ്യൂഷൻ. ഇതിന് 3 എന്ത് വേണ്ട? എനർജി വേണ്ട അല്ലെ? എനർജി നോട്ട് റിക്വയർഡ്. പിന്നെയോ കാരിയർ പ്രോട്ടീൻ നോട്ട് റിക്വയർഡ്. വാഹക പ്രോട്ടീൻ വേണ്ടാത്തത് ഏതൊക്കെയാണ്? 2 ഉണ്ട്, ഓസ്മോസിസും ഡിഫ്യൂഷനും അല്ലെ? ഓസ്മോസിസും ഡിഫ്യൂഷനും. ഫെസിലിറ്റേറ്റീവ് ട്രാൻസ്പോർട്ടിനും ഫെസിലിറ്റേറ്റീവ് ഡിഫ്യൂഷനും വേണം. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനും എന്ത് വേണം? പ്രോട്ടീൻ വേണം അല്ലേ? പിന്നെ കാരിയർ പ്രോട്ടീൻ റിക്വയർഡ് ഏതാ? അതാണ് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞത് അല്ലേ? പ്രോട്ടീൻ വേണ്ടത് ഏതൊക്കെയാണ്? ഫെസിലിറ്റേറ്റീവ് ട്രാൻസ്പോർട്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഏതൊക്കെ മോളിക്യൂൾസ് ആണ്? അയേണും ഗ്ലൂക്കോസും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള കാരിയർ പ്രോട്ടീനും വേണം, ചാനൽ പ്രോട്ടീനോ അതിലേതെങ്കിലുമൊക്കെ വേണം അല്ലേ? കാരിയർ പ്രോട്ടീൻ ആണ് ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്, അയേണിനെയോ ചാനൽ പ്രോട്ടീനും. ഇതൊക്കെ വളരെ സിമ്പിളാണ് അല്ലേ? ഇനി അടുത്തതാണ് പോഷകങ്ങളുടെ ഉറവിടം, ന്യൂട്രിയൻസിന്റെ ഉറവിടം. ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? നമുക്ക് കുഞ്ഞി ക്ലാസ്സിലെ തൊട്ട് പഠിക്കണം. ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെയാണ് ന്യൂട്രിയൻസ്. മെറ്റാബോളിസത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ്? സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ്? അവ സ്വന്തമായി ഉണ്ടാക്കാനായിട്ടുള്ള കഴിവുണ്ട് അല്ലെ? അവയ്ക്ക് സ്വന്തമായിട്ട് അത് പാചകം ചെയ്യാൻ, ആഹാരം പാചകം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നമ്മ കുഞ്ഞു ക്ലാസ്സിലേ തൊട്ട് പഠിക്കുന്നതാണ്. പ്ലാന്റ്സ് അതുകൊണ്ട് എന്താണ്? ഓട്ടോട്രോപ്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓട്ടോട്രോപ്സ്, സ്വയം പോഷികൾ. അവയ്ക്ക് എന്താണ്? സ്വന്തമായിട്ട് ഈ ബയോമോളിക്യൂൾസ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ആനിമൽസ് ഓട്ടോട്രോപ്സ് ആണോ? അല്ല, ഹെറ്റിറോട്രോപ്സ് ആണല്ലേ. അപ്പോൾ ആനിമൽസിന് ഈ പോഷകങ്ങൾ എവിടെ നിന്നായിരിക്കും ലഭിക്കുന്നുണ്ടാവുക?
ആഹാരത്തിലൂടെയൊക്കെയാണ് അല്ലെ ഈ സസ്യങ്ങളെ ആഹാരമാക്കുകയോ അല്ലെങ്കിൽ സസ്യത്തെ ആഹാരമാക്കിയ ജന്തുക്കളെ നമ്മൾ ഭക്ഷിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ പോഷകങ്ങൾ ബയോമോളിക്യൂൾസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്തെന്നാ പറയാ? ഫോട്ടോസിന്തസിസ് അല്ലെ. സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ബയോമോളിക്യൂൾസ് ലഭിക്കാനുള്ള പ്രക്രിയയുടെ പേരെന്താണ്? ഫോട്ടോസിന്തസിസ്. ന്യൂട്രിയൻസ് ആർ എസെൻഷ്യൽ ഫോർ മെറ്റാബോളിസം. മെറ്റാബോളിസത്തിന് എന്താണ്? പോഷകങ്ങൾ ആവശ്യമാണ്, അത്യാവശ്യമാണ്. നടക്കാൻ, ചലിക്കാൻ, ശ്വസിക്കാൻ എല്ലാത്തിനും എന്താണ്? നമുക്ക് ന്യൂട്രിയൻസ് ആവശ്യമാണ്. ഹൗ ഡു ആനിമൽസ് ഗെറ്റ് ദം? എവിടെ നിന്നാണ്? നമ്മൾ പറഞ്ഞു അല്ലെ, ആഹാരത്തിലൂടെയാണ്. സസ്യങ്ങൾക്കോ അവ സ്വയം നിർമ്മിക്കുന്നു. ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ്. പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെയാണ് അല്ലെ. അപ്പൊ ഈ ഫോട്ടോസിന്തസിസിന് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കമ്പോണൻസ് ഏതൊക്കെയാണ്? ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ക്ലോറോഫിൽ. പിന്നെ നമുക്കറിയാം വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെയോ സൂര്യപ്രകാശം, സൺലൈറ്റ് അല്ലെ. ഇവ 4 എണ്ണവും വേണം. ക്ലോറോഫിൽ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് സൺലൈറ്റ്. ആൽഗകൾക്കും ഫോട്ടോസിന്തസിസ് മുഖാന്തരം അവയ്ക്ക് വേണ്ട ന്യൂട്രിയൻസ് ലഭിക്കുന്നുണ്ട്. ആൽഗെ ആർ ദ ഗ്രൂപ്പ് ഓഫ് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ആൽഗ എന്താണ്? ഏകകോശ ജീവിയാവാം, ബഹുകോശ ജീവികളുമായ ആൽഗകളുണ്ട്. ആൽഗെ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ വിച്ച് ആർ പ്രൊകാരിയോട്സ് ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ത്രൂ ഫോട്ടോസിന്തസിസ്. ആൽഗെ പിന്നെ ബ്ലൂ ഗ്രീൻ ആൽഗെ ഇവയ്ക്കൊക്കെ ന്യൂട്രിയൻസ് കിട്ടുന്നത് എന്തിനാണ്? ഫോട്ടോസിന്തസിസ് വഴിയാണ്. ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കാം. അതിൽ എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കണേന്നും ലീഫിൽ എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കണേന്നാണ് ഇനി പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ക്ലോറോഫിലിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഔട്ടർ ആൻഡ് ഇന്നർ ലെയർ ഉണ്ട്. അതിന്റെ മുകളിൽ ലീഫിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. താഴെയും മുകളിലുമായിട്ട് എന്താണ്? എപ്പിഡെർമൽ സെൽസ് ഉണ്ട്. ഈ താഴത്തെ എപ്പിഡെർമൽ സെൽസിലാണ് ആരിയിരിക്കുന്നത്? സ്റ്റൊമാറ്റ ഇരിക്കുന്നത് അല്ലെ. സ്മോൾ ഓപ്പണിംഗ് ആണ്, പ്ലാന്റ്സിന് ഓപ്പണിംഗ് ആയ ഒരു ഏരിയ ആണ് അല്ലെ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. പിന്നെയോ നടുക്ക് എന്താണ് ഇരിക്കുന്നത്? മീസോഫിൽ സെൽസ് ആണ് ഇരിക്കുന്നത്. ഈ മീസോഫിൽ സെൽസിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ഇരിക്കുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ പിക്ചറാണ്. ആ ക്ലോറോപ്ലാസ്റ്റിന് ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. പുറമേയുള്ളതാണ് ബാഹ്യസ്തരം, ഉള്ളിലുള്ള ലെയറാണ് എന്ത്? ആന്തരസ്തരം അല്ലെ. അത് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലെ. പിന്നെ എന്താണ്? തൈലോകോയിഡ്സ് എന്ന സഞ്ചി, സ്തരസഞ്ചി. ചിത്രത്തിൽ നോക്കിയാൽ നാണയങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിരിക്കണില്ലേ, അതുപോലെ ഒരു പിക്ചർ കണ്ട അതിലൊരൊറ്റ നാണയം എടുക്കുമ്പോഴാണ് അതിന് നമുക്ക് എന്തെന്ന് പറയാം? തൈലോകോയിഡ് എന്ന് പറയാം. ഇതിങ്ങനെ അടക്കിടയ്ക്കിടയ്ക്ക് വെച്ചപ്പോൾ അതിന് നമ്മൾക്ക് എന്തെന്ന് പറയാം? തൈലോകോയിഡുകളുടെ അടക്കിനെ നമുക്ക് ഗ്രാന എന്നാണ് പറയുന്നത്. ഈ ഗ്രാനയിൽ അല്ലെങ്കിൽ തൈലോകോയിഡിന്റെ ചുറ്റുമാണ് എന്ത് കാണുന്നത്? നമ്മുടെ ക്ലോറോഫിൽ, ഫോട്ടോസിന്തസിസ് സഹായിക്കുന്ന ക്ലോറോഫിൽ കാണപ്പെടുന്നത് ഈ തൈലോകോയിഡിലാണ്. ഗ്രാന ഈസ് എ സ്റ്റാക്സ് ഓഫ് തൈലോകോയിഡ്സ്. ക്ലോറോഫിൽ ഈസ് സീൻ. ക്ലോറോഫിൽ കാണുന്നത് എവിടെയാണപ്പോൾ? ഗ്രാനയിലെ ആണ്. ഇനി സ്ട്രോമ, ദ ഫ്ലൂയിഡ് പാർട്ടാണ് എന്ത്? സ്ട്രോമ. ഗ്രാന, സ്ട്രോമ. ഗ്രാന എന്ന് പറഞ്ഞാൽ ആ കോയിൻസ് ലൈക്ക് അല്ലെ അടക്കിടക്കി വെച്ചിരിക്കുന്നതാണ് ഗ്രാന. ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്ട്രോമ എന്ന് പറയുന്നത്. ഇനി അടുത്ത് സ്ട്രോമ ലമെല്ല. എന്താണ് ലമെല്ല? സ്ട്രോമ ലമെല്ല എന്ന് പറഞ്ഞാൽ ഈ ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം കണ്ടില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്ട്രോമ ലമെല്ല എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടനയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതിലെന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. അതെവിടെയായിരിക്കുന്നത്? ഗ്രാനയിലാണെന്നും മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ക്ലോറോഫില്ലിന്റെ സഹായത്തോടുകൂടി ജലവും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്ന പ്രക്രിയയാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. അതിൽ ഈ ഫോട്ടോസിന്തസിസിനെ 2 ഘട്ടങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രകാശഘട്ടമെന്നും 2 ഇരുണ്ട ഘട്ടമെന്നും. എന്താണ് പ്രകാശഘട്ടം? ഈ പ്രകാശഘട്ടത്തിൽ നമുക്ക് എന്താണ്? ഫോട്ടോസിന്തസിസ് നടക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യവും ആവശ്യമുണ്ട്.
ഈ പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ക്ലോറോഫില്ലിൽ എന്താണ് ഈ ജലത്തെ വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രകാശഘട്ടത്തിൽ. ഈ ജലം വിഘടിച്ചിട്ട് എന്തുണ്ടാവും? ഓക്സിജനും ഹൈഡ്രജനുമായി വിഘടിക്കും. H2O അല്ലേ വാട്ടർ. അപ്പോൾ വിഘടിക്കുമ്പോൾ എന്തായി? ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് വിഘടിക്കും. വിഘടിക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ATP ഊർജം റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്, ഊർജം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ആ ഒരു പ്രവർത്തനത്തിൽ. അപ്പോൾ പ്രകാശഘട്ടം എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും നടക്കുക. ക്ലോറോഫില്ലിലാണ് നടക്കുന്നത്. പിന്നെയോ ഹൈഡ്രജൻ മോളിക്യൂൾസ് വിഘടനം നടക്കുന്നുണ്ട്. വിഘടനം എന്ന് പറഞ്ഞാൽ കാറ്റബോളിസം, വിഘടനം നടക്കുന്നുണ്ട്. പിന്നെയോ നമ്മുടെ ATP ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടായി അല്ലേ. ഈ ഹൈഡ്രജൻ ഇനി എങ്ങോട്ട് പോകും? അടുത്ത സ്റ്റെപ്പിലേക്ക്. അതായത് ഫസ്റ്റ് സ്റ്റേജ് പ്രകാശഘട്ടമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പായ ഇരുണ്ട ഘട്ടത്തിലേക്ക് പോകും. ഈ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ഫോട്ടോസിന്തസിസ് ഒന്ന് ആലോചിക്കേ. ഫോട്ടോസിന്തസിസ് നടക്കാനായിട്ട് സൂര്യപ്രകാശം വേണം, ക്ലോറോഫിൽ വേണം, പിന്നെയോ നമ്മൾ ജലം വലിച്ചെടുത്തു അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡും വേണം. ഈ ജലം വലിച്ചെടുത്ത ജലത്തെ വിഘടിപ്പിച്ചു, എന്നിട്ട് ഹൈഡ്രജനും ഓക്സിജനുമാക്കി. ഈ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് ആരുണ്ടാവുന്നത്? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്. ആ ഒരു പ്രവർത്തനം നടക്കുന്നത് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന പ്രവർത്തനം നടക്കുന്നത് എപ്പോഴാണ്? ഇരുണ്ട ഘട്ടത്തിലാണ്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമുണ്ടാ? അതിൽ ക്ലോറോഫില്ലിൻ്റെ ആവശ്യമുണ്ടാ? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടിച്ചേരാനായിട്ട് ആവശ്യമില്ല അല്ലേ. പിന്നെയോ എനർജി വേണം. കൂടിച്ചേരാനായിട്ട് അവർക്ക് എന്ത് വേണം? എനർജി വേണം. അവിടെ അനാബോളിസമാണ് നടക്കുന്നത്. അവിടെ എന്ത് വേണം? കൂടിച്ചേരല അല്ലേ. അവിടെ എനർജി വേണം. ഈ എനർജി എവിടെ നിന്ന് കിട്ടും? ഈ പ്രകാശ ഘട്ടത്തിൽ റിലീസായ എനർജി എടുത്തിട്ടാണ് അവർ ഇരുണ്ട ഘട്ടത്തിൽ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഫസ്റ്റ് എനർജി റിലീസായില്ല ATP മോളിക്യൂൾസ്. ആ ATP മോളിക്യൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്യൂഷന് വേണ്ട എനർജി അവരെടുക്കുന്നത്. മനസ്സിലായില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എവിടെ നടന്നത്? ഗ്രാനയിൽ വെച്ചിട്ടാണ്. കാരണം അവിടെയാണ് ക്ലോറോഫിൽ ഉള്ളത്. ഇരുണ്ട ഘട്ടത്തിന് എന്ത് വേണ്ട? പ്രകാശവും വേണ്ട, ക്ലോറോഫിലും വേണ്ട. അതുകൊണ്ടാണ് നമുക്ക് അതിന് എന്തെന്ന് വിളിച്ചത്? ഇരുണ്ട ഘട്ടം എന്ന് വിളിച്ചത്. അപ്പം അതെവിടെ വെച്ചാണ് നടക്കുന്നുണ്ടാവുക? സ്ട്രോമയിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. പ്രകാശം എന്താണ്? ഉപയോഗിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ ആവശ്യമായ ഹൈഡ്രജനും ഊർജവും എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? പ്രകാശഘട്ടത്തിൽ നിന്നാണ് അല്ലെ. വിഘടിച്ച ഹൈഡ്രജനെ നമ്മൾ യൂസ് ചെയ്യാണ്. പിന്നെയോ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് എന്തുണ്ടാവാണ്? ഗ്ലൂക്കോസ് ഉണ്ടാവാണ് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസിന് 2 ഫേസ് ഉണ്ട്. ഒന്നാമത്തെ ലൈറ്റ് ഫേസ് ആണ്. അതെവിടെ വെച്ചാണ് നടക്കുന്നത്? ഗ്രാനയിൽ വെച്ചാണ്. ക്ലോറോഫിൽ എവിടെയുള്ളത്? ഗ്രാനയിലാണ് അല്ലേ. അപ്പോൾ ഗ്രാനയിൽ വെച്ചാണ് ഫസ്റ്റ് ഫേസ് നടക്കുന്നത്. ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. പ്രകാശഘട്ടം. ലൈറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റ് അവിടെ വേണമല്ലേ ലൈറ്റ് ഫേസിൽ. ഇനി അവിടെ എന്താ നടക്കുന്നത്? വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടർ അവിടെ വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായി മാറാണ്. പിന്നെയോ എക്സ്പെൽ ഓക്സിജൻ. ഓക്സിജൻ എന്ത് ചെയ്യാണ്? പുറന്തള്ളും. ഹൈഡ്രജൻ റീച്ച് സ്ട്രോമ. പിന്നെ വിഘടിച്ചുണ്ടായ ആ ഹൈഡ്രജൻ അതെങ്ങോട്ട് പോകും? സ്ട്രോമയിലേക്ക് പോകും. ATP ദ എനർജി മോളിക്യൂൾ ഈസ് ഫോംഡ്. എനർജി മോളിക്യൂൾസും അവിടെ ഫോം ചെയ്തു. ഇനി ഗ്രാനയിലുണ്ടായ ഈ ഹൈഡ്രജൻ മോളിക്യൂൾസ് എവിടേക്ക് പോവാണ്? സ്ട്രോമയിലേക്ക് അല്ലെ. ഫ്ലൂയിഡായ സ്ട്രോമയിലേക്ക് പോയി. ഈ സ്ട്രോമയിൽ വെച്ചാണ് ഇനി അടുത്ത നടക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡാർക്ക് ഫേസ് എന്നാണ് അതിനെ പറയാ. എന്തുകൊണ്ടാ? ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ലൈറ്റ് നമുക്ക് അവിടെ ആവശ്യമില്ല. ഹൈഡ്രജൻ ആൻഡ് ATP എനർജി ATP റിക്വയർഡ് ഫോർ ദിസ് ഫേസ് ടു ഒബ്റ്റെയിൻഡ് ഫ്രം ലൈറ്റ് ഫേസ്. ലൈറ്റ് ഫേസിൽ നിന്നും ഹൈഡ്രജനെ മാത്രമല്ല ATPയെ നമ്മൾ എടുക്കുന്നുണ്ട്. ഗ്ലൂക്കോസ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കമ്പൈൻ ചെയ്തിട്ട് ആരുണ്ടായി? ഗ്ലൂക്കോസ് ഉണ്ടായി. ഫോട്ടോസിന്തസിസിൻ്റെ സ്റ്റേജും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പ്രവർത്തനം നടക്കുന്ന സ്ഥാനം. പ്രകാശഘട്ടം എവിടെയാണ്? ഗ്രാന. ഇരുണ്ട ഘട്ടം എവിടെയാണ്? സ്ട്രോമ. ഇനി പ്രവർത്തനം എന്താണ് നടക്കുന്നത്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും, പിന്നെ ATPയും ഉണ്ടാവും അല്ലേ. ഇരുണ്ട ഘട്ടത്തിലോ ഹൈഡ്രജനും ഗ്ലൂക്കോസും തമ്മിൽ ഫ്യൂഷൻ കോമ്പിനേഷൻ നടന്നിട്ട് എന്തുണ്ടാവാണ്? ഗ്ലൂക്കോസ് ഉണ്ടാവാണ്. എനർജിയെയും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾ എന്താണ്? എന്താ പ്രകാശഘട്ടത്തിൽ ഉൽപ്പന്നം?
ഹൈഡ്രജനും ഓക്സിജനും. ഇരുണ്ട ഘട്ടത്തിൽ ഉൽപ്പന്നം എന്തായിരുന്നു? ഗ്ലൂക്കോസ്. പ്രകാശഘട്ടത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ATP ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ വിശദീകരിച്ചത് ആരാണ്? മെൽവിൻ കാൽവിൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരം ഇതിന്റെ പേരിൽ ലഭിച്ചിട്ടുണ്ട്. മെൽവിൻ കാൽവിൻ. ഇരുണ്ട ഘട്ടത്തെ വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മെൽവിൻ കാൽവിൻ. ഈ ഫ്ലോ ചാർട്ട് എങ്ങനെ ഫില്ല് ചെയ്യാം? എന്തൊക്കെയാണ് യൂസ് ചെയ്തത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് യൂസ് ചെയ്തത്. സൂര്യപ്രകാശത്തിന്റെ ക്ലോറോഫിലിന്റെയും സഹായത്തോടു കൂടി അതെന്തായി മാറി? ഗ്ലൂക്കോസും ഓക്സിജനുമായി മാറി അല്ലെ. ഇനി ഗ്ലൂക്കോസിൽ നിന്ന് വിവിധ പോഷകങ്ങൾ. ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്. ഡിസോൾവ് ക്വിക്ക്ലി ഇൻ വാട്ടർ സോ ഇറ്റ് ഈസ് സ്റ്റോർഡ് ആസ് എ ഇൻസോളിബിൾ സ്റ്റാർച്ച്. ഇതെന്താവും? വെള്ളത്തിൽ പെട്ടെന്ന് അലിയും. ഗ്ലൂക്കോസ് വെള്ളത്തിൽ പെട്ടെന്ന് അലിയുന്നത് കൊണ്ട് ഇവയെ എന്തായിട്ടാണ് പ്ലാന്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ വിവിധ രൂപങ്ങളായ സ്റ്റാർച്ച്, ഗ്ലൂക്കോസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടായെന്ന് മനസ്സിലായി അല്ലേ. ഇനി കൊഴുപ്പ്. നമുക്ക് ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് മാത്രമാണോ? അല്ലല്ലോ. ഫാറ്റ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ എന്താണ്? ന്യൂട്രിയൻസിൽ പെടുന്നതാണ് അല്ലേ. അപ്പോൾ ഫാറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നോക്കിയേ, എള്ള്, കോക്കനട്ട്, സൺഫ്ലവറിന്റെ സീഡ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? കൊഴുപ്പ്. ഓയിലിൽ നിന്നല്ലേ, എണ്ണകളിൽ നിന്നൊക്കെയാണ് നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നത്. അതുപോലെ വൈറ്റമിൻസോ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പ്രോട്ടീൻസ് എവിടെ നിന്നാണ്? പൾസസിൽ നിന്നാണ് കൂടുതലും പ്രോട്ടീൻസ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സോ? കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് മെയിനായിട്ട് സീരിയൽസിലാണ് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ളത്. പൾസസിലാണ് പ്രോട്ടീൻസ് കൂടുതലായിട്ടുള്ളത്. വെജിറ്റബിൾസിലാണ് വൈറ്റമിൻസും മറ്റു ധാതുക്കളും ഉള്ളത്. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് ഫില്ല് ചെയ്തേ. ഫോട്ടോസിന്തസിസ് നിന്നുണ്ടാവാണ് ഗ്ലൂക്കോസ് ഉണ്ടാവാണ്. ഗ്ലൂക്കോസ് വാട്ടർ സോളിബിൾ ആയതുകൊണ്ട് അതിനെ ഇൻസോളിബിൾ ആയ സ്റ്റാർച്ചാക്കി മാറ്റും. പക്ഷെ ഈ സ്റ്റാർച്ച് പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പ്ലാന്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂക്രോസ് ആക്കി മാറ്റിയിട്ടാണ് പ്ലാന്റ്സിന് ആവശ്യമുള്ളപ്പോൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൂക്കോസിൽ നിന്നും അവയ്ക്ക് കൊടുക്കുന്നത്. ഈ സൂക്രോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ വിവിധ രൂപങ്ങൾ പ്ലാന്റ്സ് എങ്ങനെയൊക്കെയാണ് മാറ്റുന്നത്? വിവിധ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞ്. വൈറ്റമിൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് ഏതൊക്കെയായിരിക്കും ഒന്ന് പറഞ്ഞ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്, ഫ്രാക്ടോസ്. പ്ലാന്റ്സിനെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാം. പ്ലാന്റ്സിനെ തിന്നണ നമ്മൾ ഹെർബിവോറസ് എന്ന് പറയും. ഈ ഹെർബിവോറസ് ആയ ആനിമൽസിനെ നമ്മൾ കഴിക്കുമ്പോൾ അവരെന്തെന്ന് പറയും? കാർണിവോറസ് എന്ന് പറയും. ഓക്കെ, അത് കിട്ടിയില്ലേ? അതൊക്കെ നമുക്ക് അറിയണമല്ലേ. ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ്. ന്യൂട്രിയൻസ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്ലാന്റ്സ് ആണ്. ത്രൂ മെറ്റബോളിസം. എന്ത് വഴി? മെറ്റബോളിസം വഴി. റീച്ച് ഹെർബിവോറസ് ത്രൂ ഫുഡ്. ഈ മെറ്റബോളിസം വഴി ഉണ്ടാക്കിയ ന്യൂട്രിയൻസ് ഹെർബിവോറസിലെത്തും. എങ്ങനെ? ഫുഡ് വഴി. പ്ലാന്റ്സിന് കഴിക്കുന്നതിലൂടെ ഹെർബിവോറസിന് കിട്ടും. ഈ ഹെർബിവോറസിന് ആര് കഴിക്കും? കാർണിവോറസ് കഴിക്കും അല്ലെ. ഹെർബിവോറസ് ആർ ഈറ്റേൺ ബൈ കാർണിവോറസ്. ഹെർബിവോറസിനെ കാർണിവോറസ് കഴിക്കും. ഹാവ് നോട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ വൈ പ്ലാന്റ്സ് ആർ കോൾഡ് ഓട്ടോട്രോപ്സ്. എന്തുകൊണ്ടാണ് പ്ലാന്റ്സിനെ ഓട്ടോട്രോപ്സ്, സ്വപോഷികൾ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? പ്ലാന്റ്സ് ആണ് ഈ ന്യൂട്രിയൻസ് എല്ലാം നിർമ്മിക്കുന്നത്. ജന്തുക്കൾക്ക് നിർമ്മിക്കാനുള്ള കഴിവില്ല അല്ലെ. അതുകൊണ്ടാണ് അവയെ സ്വപോഷികൾ എന്ന് വിളിക്കുന്നതും ആനിമൽസിനെ എന്താ വിളിക്കുക? ഹെറ്ററോട്രോപ്സ് എന്ന് വിളിക്കുന്നതും. പ്ലാന്റ്സ് ഗ്രോ ഇൻ വാട്ടർ ആസ് വെൽ ആസ് ഓൺ ലാൻഡ്. ലാൻഡിൽ മാത്രമല്ല, എവിടെയും ഓഷ്യനുകളിലും വാട്ടർ ബോഡീസിലും എന്താണ്? പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ കടലിൽ കാണുന്ന പ്ലാന്റ്, ചെറിയ പ്ലാന്റ് ഫ്ലോട്ട് ചെയ്ത് പൊങ്ങിക്കിടക്കാറില്ലേ, അല്ലെങ്കിൽ ഒഴുകി നടക്കില്ലേ, ആ പ്ലാന്റിനെ എന്താ പറയാ? പ്ലാങ്ക്ടൺ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, പ്ലാങ്ക്ടൺ. അപ്പൊ കടലിലെ പ്രൊഡ്യൂസേഴ്സ് ആരാണ്? പ്ലാങ്ക്ടൺ ആണ്. Substantial amount of oxygen in the atmosphere is released by producers in the ocean. ഓഷ്യനിലേക്ക് എന്താണ്? ആവശ്യത്തിനുള്ള ഓക്സിജനുകൾ റിലീസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓഷ്യനിലുള്ള പ്രൊഡ്യൂസേഴ്സ് ആണ്. പൊള്യൂഷൻ ഈസ് ദ മോസ്റ്റ് സീരിയസ് ത്രെറ്റ് ഓഫ് മെറൈൻ എക്കോസിസ്റ്റം ഫേസസ്. മെറൈൻ എക്കോസിസ്റ്റം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പൊള്യൂഷൻ, മലിനീകരണമാണ്.
ആസ് എ റിസൾട്ട് സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ് ഇൻ ലാർജ് നമ്പർ. അത് കാരണം എന്താണ്, ഈ സ്പീഷീസ് എല്ലാം നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ, അതിന് നമ്മുടെ ഇക്കോസിസ്റ്റത്തെ വളരെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദ സ്റ്റെപ്പ് ടു ടേക്കൺ ടു പ്രിവെൻറ്റ് ഓഷൻ പൊള്യൂഷൻ? നിങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയേ. എന്തെല്ലാമാണ് മുൻകരുതൽ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? പ്ലാസ്റ്റിക് കാര്യങ്ങൾ വാട്ടർ ബോഡീസിലേക്ക് ത്രോ ചെയ്ത് കളയരുത്. പിന്നെന്താണ്, ഫാക്ടറികളുടെ മലിന ജലം ഈ കടൽ തീരങ്ങളിലേക്ക് ഒഴുക്കി വിടാതിരിക്കുക. ഇനി നിങ്ങൾ പറയും, ഇനി നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഡിസ്കസ് ചെയ്യും പറയട്ടോ. ആർ ഫുഡ് ആൻഡ് ഓക്സിജൻ ദ ഓൺലി തിങ്സ് ദാറ്റ് പ്ലാന്റ്സ് പ്രൊവൈഡ്? നമുക്ക് വേണ്ട ഫുഡും ന്യൂട്രിയൻസും പിന്നെയോ ഓക്സിജനും മാത്രമാണോ പ്ലാന്റ് പ്രൊവൈഡ് ചെയ്യണത്? എന്നിട്ട് ഇതേ കുറേ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? കുറേ ഔഷധ ചെടികളുടെ ഉണ്ട് അല്ലേ, എന്തെല്ലാമാണ്, ഓയിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരുപാട് കാര്യം, കറ്റാർ വാഴര, അങ്ങനെ തുളസി, ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, തേയില. അപ്പം നമുക്ക് പ്ലാന്റ്സ് നമുക്ക് വെറും ഫുഡും ന്യൂട്രിയൻസും ഓക്സിജനും മാത്രമാണോ തരുന്നത്? മെഡിസിൻസ് ഒക്കെ ഉണ്ടല്ലേ പ്ലാന്റിൽ. അപ്പം അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് എഴുതാം കേട്ടോ. മാംഗ്രൂവ്സ് ഗിഫ്റ്റഡ് ഓഫ് നേച്ചർ. മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൽക്കാട് അല്ലേ. കണ്ടൽക്കാടിനെയാണ് മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. മാംഗ്രൂവ്സ് ആർ ഫൗണ്ട് വേർ ബാക്ക് വാട്ടർ മീറ്റ് ദ സീ. കേരള ഹാസ് 43 സ്പീഷീസ് ഓഫ് മാംഗ്രൂവ് പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ സാൾട്ട് വാട്ടർ. ഉപ്പുജലത്തിനടുത്താണ് അല്ലെ, ഉപ്പുജലത്തിലാണ് അത് വളരുന്നത്. അവർ state had 17,000 hectares of mangroves in 1975, but 1980% of it has been destroyed. പണ്ട് ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എന്താണ്, അതിലും കുറവായി. മാംഗ്രൂവ്സ് പ്രൊവൈഡ് ഇൻവാല്യുബിൾ സർവീസസ് ടു എൻവിറോൺമെൻറ്റ്. മാംഗ്രൂവും നമ്മളുടെ എൻവിറോൺമെൻറ്റിൽ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്. എ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത്, എന്താണ്, ഒരുപാട് മീനുകൾ അതിന് ചുറ്റിപ്പറ്റി വളരും അല്ലെ. സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത്, എ സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിൽ, മണ്ണൊലിപ്പ് വളരെയധികം തടയുന്നതാണ്. അതുപോലെ പണ്ടൊരു സുനാമി ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ കണ്ടൽക്കാടുകളുള്ള ഭാഗങ്ങളിലേക്ക് ഈ സുനാമിയുടെ എഫക്റ്റ് അധികമേറ്റില്ല. അപ്പം എന്താ നമുക്ക് പറയാം, ഡിസാസ്റ്ററിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം അല്ലേ. The prevention of tsunami, defense against global warming by absorbing 4 to 5 carbon dioxide compared to evergreen forest. അപ്പോൾ നമ്മളുടെ കണ്ടൽക്കാടുകൾ സാധാ ഒരു ഫോറസ്റ്റിനെ അപേക്ഷിച്ച് 4-5 മടങ്ങ് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ സുനാമിയെ പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിഷ് അല്ലെ, മത്സ്യങ്ങളുടെ ഒരു സമ്പദ് കലവറയാണെന്ന് പറയാം. പിന്നെ അപ്പോൾ സോയിൽ ഒലിച്ചു പോകുന്നത് തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ മാംഗ്രൂവ് എന്ന് പറയുന്നത് നമ്മുടെ ഗിഫ്റ്റ് ഓഫ് നേച്ചർ അല്ലേ, പ്രകൃതിയുടെ ഒരു വരദാനമാണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. കണ്ടൽക്കാടുകളെ കുറിച്ച് പറയുമ്പോൾ അതോടൊപ്പം ഓർക്കേണ്ട ഒരു പേരാണ് കല്ലേൽ പൊക്കുടൻ എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മളുടെ കേരളീയനായ ഒരു പാരിസ്ഥിതിക പ്രവർത്തകനാണ്. കണ്ടൽക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മളെ ആ ഒരു ബോധവൽക്കരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പേരെന്തായിരുന്നു? കല്ലേൽ പൊക്കുടൻ. താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം.